ഇവിടെ വന്ന് നമ്മളല്ലേ എക്സാം എഴുതിയത്, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റിസൾട്ട് കാണും. സയൻസ് എടുക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം, അതിനുള്ളൊരു മനക്കരുത്ത് തന്നെ വേണം. കെമിസ്ട്രിയിൽ തോക്കുന്ന വിചാരിച്ചു. അസ്സലാമലൈക്കും, ഹായ്. ഇന്ന് നമ്മളെ +2 റിസൾട്ട് വരികയാണ് മോനെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചിരിച്ചു വരുന്നോണ്ടോ? എക്സൈറ്റഡ് വല്ല ഒരു തേങ്ങയല്ല. പക്ഷെ ഈ വ്ളോഗ് എടുക്കുമ്പോ എന്തെല്ലാം ഒരു സന്തോഷം. എന്താ പറയാ, വീടെല്ലാം മാറാൻ പോകുന്ന, അപ്പൊ ഫുള്ള് തിരക്കിലുള്ളത്. അതിന്റെ ഇടയിൽ കൂടി എന്താ പറയാ, ആറ്റം ബോംബ് പോലത്തെ നമ്മളെ റിസൾട്ടും കൂടി വരുന്നുണ്ട്. നമ്മള് വീട് മാറുന്നെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, സാധനങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ ഇന്നത്തെ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം ആൾക്കാർ വരുന്നാ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. അത് ചിലപ്പോൾ എന്താ പറയാ ലേറ്റ് ആവും. കാരണം കുറേ സാധനങ്ങൾ എടുത്തു വെക്കലോ അലമാരകൾ മാറ്റി വെക്കലെല്ലാം ഉണ്ടല്ലോ. നമ്മൾ ഷെൽഫ്, അലമാര അതുപോലത്തെ സംഭവങ്ങളെല്ലാം മാറ്റി വെക്കണ്ട. അപ്പോൾ അതിപ്പോൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയും ഉപ്പയും. അതുകൊണ്ട് തന്നെ ഉമ്മാനെയും ഉപ്പാനെയും ഉപദ്രവിക്കാതെ നല്ല ആളായിട്ട് എന്താ പറയാ, വീട്ടിന്റെ മേലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നല്ല വ്യൂ ആ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല വ്യൂ ആ കാണാൻ, ഫുള്ള് പ്രകൃതി ഭംഗി, എന്നോ ഫുള്ള് അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇരിക്കല്. +2 റിസൾട്ടിന്റെ ടെൻഷനും ഉണ്ട്. ഇപ്പം ഏകദേശം 2 മണിയായി. 3 മണിക്കാണ് നമ്മളെ റിസൾട്ട്. എൻ്റെ ഹോൾ ടിക്കറ്റ് ഞാൻ കാണിച്ചില്ല, ബിക്കോസ് കാണിച്ചു തന്നിട്ട് വലിയൊന്നുമില്ല. പക്ഷേ എന്നാല് അതിലെ രജിസ്റ്റർ നമ്പർ ചെയ്യുന്നോ, എനക്കൊന്നും ഒരു മൂഡില്ലടാ. ഇത്രയും നേരം നല്ല ജോലിയായിരുന്നു ഞാൻ. പക്ഷെ റിസൾട്ട് വരാൻ പോകുമ്പോൾ എന്തൊരു ടെൻഷൻ. കെമിസ്ട്രി എക്സാം എനിക്ക് ഈസി ആയിരുന്നില്ല. കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അതാ ഓർമ്മ വരുന്നത്. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ടഫ് ആയിരുന്നു. കെമിസ്ട്രി എല്ലാ +2കാർക്കും ഇനി +2 എന്താ പറയാ, +1 +2 എത്താൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ചേച്ചി എന്ന നിലയിലുള്ള അഡ്വൈസ്. സയൻസ് എടുക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം, നല്ല എന്താ പറയാ, അതിനുള്ളൊരു മനക്കരുത്ത് തന്നെ വേണം. സയൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എടുക്കണ്ട എന്നാണ് ആഗ്രഹം. ബട്ട് ഫാമിലി ഉന്തി സയൻസിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് ഈ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്താണോ ഇഷ്ടം അത് എടുക്കുക. അതാണ് ഈ ചേച്ചിയുടെ എല്ലാ അഡ്വൈസും. സയൻസ് എടുക്കണമെങ്കിൽ ഒരു മനക്കട്ടിയെല്ലാം വേണടാ, മനക്കട്ടി. സത്യം, സയൻസ് എടുക്കണമെങ്കിൽ ഒരു സയൻസ് വിദ്യാർത്ഥിനിയാണ് പറയുന്നത്. സത്യം. 1 മണിയാവാൻ ഇനി ആകെ 10 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ. നിങ്ങൾക്ക് എൻ്റെ ഏത് ടൈപ്പ് വീഡിയോസ് ഇഷ്ടം? ഇപ്പം ഞാൻ കുറച്ച് സമാധാനപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഏത് ടൈപ്പ്, എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം? വ്ളോഗാണോ? ആരെല്ലാണ് വാഴ മൂവി കണ്ടവര്? സ്റ്റോറേജ് റണ്ണിങ് ഔട്ട് ആവുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയോ? ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ള് തീർന്ന് പണ്ടാരോ. എന്താ പറയാ, വീഡിയോ എടുക്കുന്ന അറ്റത്ത് 3 മണിയായി, 3:16 സ്റ്റോറേജ് പോയടാ. ഞാനിപ്പം നോക്കാം റിസൾട്ട്, ബട്ട് സ്റ്റോറേജ് പോകുന്ന, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കാം. ഗവൺമെന്റ് ഓഫ് കേരള അങ്ങനെയല്ല, റിസൾട്ട് .കേരള അതിലാണ് നോക്കുന്നത്. ഏറ്റൊക്കെ മാറി നോക്കട്ടെ, ഇരിക്കട്ടെ. ഓ, ഇവിടെ അടിച്ചിട്ടുണ്ട്, നോക്കട്ടെ. മൈ ഡേറ്റ് ഓഫ് ബർത്ത്. വീട്ടിലായിക്കോട്ടെ. X4J. ഓക്കെ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ വന്ന് കെമിസ്ട്രി ഞാൻ പറഞ്ഞ പോലെ അതിന് കെമിസ്ട്രി ഞാൻ കാണിച്ചു തരാം. കെമിസ്ട്രി നമ്മള് വിചാരിച്ച പോലെ തന്നെ കെമിസ്ട്രി. ഹാപ്പിയാ ഉമ്മ കേട്ടോ? ഉമ്മന്റെ അഭിപ്രായം എന്താ? പറ അഭിപ്രായം. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഉമ്മക്ക് ഫുള്ള് സപ്പോർട്ടാ. തോറ്റാൽ ജയിച്ചാൽ എല്ലാം ഫുള്ള് സപ്പോർട്ടാ. മാർക്ക്. ഹലോ, റിസൾട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല.
ഞാന് ലുലുമാക്കത് അയച്ചു തരാം. ഓക്കെ ലുലുമ, ശരി. ഓക്കെ അല്ലേ? +2 is successfully completed from my side. എന്റെ +2 കഴിഞ്ഞു. ഞാന് കുഴപ്പമില്ലാത്ത രീതിയിൽ ജയിച്ച്. എനിക്കത് മതി. നമ്മള് +2 റിസൾട്ട് ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല, എനിക്കറിയാം. ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ എന്തേലും ലൈഫ് തീരുമാനിക്കാൻ പോകുന്നില്ലേ? ലൈഫൊന്നും തീരുമാനിക്കാൻ പോകുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് പറയാൻ മറക്കണ്ട. താങ്ക് യു.